കഴിഞ്ഞ കുറച്ചു കാലമായി വയനാട്ടെ ദുരന്തബാധിതർക്ക് വേണ്ടി പിരിച്ച പണം എവിടെ, വീട് എവിടെ, കോൺഗ്രസ് എന്ന് നമ്മൾ ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഒടുവിൽ വയനാട് ദുരന്തബാധിതർക്കായുള്ള ഭവന പദ്ധതിക്ക് കോൺഗ്രസ് ഭൂമി വാങ്ങിയിരിക്കുന്നു. മേപ്പാടി പഞ്ചായത്തിലെ കുന്നംപറ്റയിൽ 3.25 ഏക്കർ ഭൂമി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. KPCC അധ്യക്ഷന്റെ പേരിലാണ് ഭൂമി വാങ്ങിയിരിക്കുന്നത്. ഒന്നാമത്തെ സ്ഥലത്തിന്റെ രജിസ്ട്രേഷൻ ഇന്ന് പൂർത്തീകരിച്ചു. എല്ലാ നടപടികളും പൂർത്തീകരിച്ച് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫിന്റെ പേരിൽ 3.25 ഏക്കർ സ്ഥലം രജിസ്റ്റർ ചെയ്തു. രജിസ്ട്രേഷൻ നടപടികൾക്ക് ശേഷം ഒന്നാം ഘട്ടം എന്ന നിലയിൽ അവിടെ എത്ര ഗുണഭോക്താക്കൾക്കാണോ വീട് കൊടുക്കാൻ സാധിക്കുന്നത് അത്രയും ഗുണഭോക്താക്കൾക്ക് വീട് നൽകുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഉടൻ ആരംഭിക്കും. കമൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. കമൽ, കുറച്ച് അധികം കാലമായി വീട് എവിടെ, ഭൂമി എവിടെ, വാങ്ങിയില്ലേ എന്നൊക്കെ ചോദിക്കുന്നു. ഒടുവിൽ ആ ചോദ്യങ്ങൾക്കൊക്കെയുള്ള ഉത്തരമായിരിക്കുന്നു. ആര്യ, അത് തന്നെയാണ്. ഒടുവിൽ കോൺഗ്രസ് ഭൂമി വാങ്ങിയിരിക്കുന്നു. വാങ്ങും ഓരോ ഡേറ്റ് പറഞ്ഞു, പലതവണ മാറ്റി പറഞ്ഞു. ഫണ്ടിനെ കുറിച്ച് വ്യക്തമാക്കിയില്ല. ഒരുപാട് പരാതികൾ ഉയർന്നു. ഒടുവിൽ ഇപ്പോൾ വയനാട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ തന്നെ അക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നു. ഏറ്റവും ഒടുവിൽ പറഞ്ഞ ഡേറ്റ് ഇന്നായിരുന്നു, ജനുവരി 13. ഇന്നിപ്പോൾ 3 ഏക്കർ 24 സെന്റ് ഭൂമി മേപ്പാടി പഞ്ചായത്തിലെ കുന്നംപറ്റയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. KPCC പ്രസിഡന്റിന്റെ പേരിലാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പക്ഷേ കോൺഗ്രസ് പ്രഖ്യാപിച്ചത് യഥാർത്ഥത്തിൽ കോൺഗ്രസ് 100 വീടും യൂത്ത് കോൺഗ്രസ് 30 വീടും പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ ഒടുവിൽ പറഞ്ഞത് 100 വീട് ആകെ നിർമ്മിക്കുമെന്നാണ്. അതിനുപോലും ഈ ഭൂമി മാത്രം തികയില്ല. അതുകൊണ്ട് തന്നെ 2 ഇടത്തു കൂടി ഭൂമി വാങ്ങും എന്നുള്ളതാണ് സൂചന. 8 സെന്റ് ഭൂമിയും 1100 സ്ക്വയർ ഫീറ്റ് ഉള്ള വീടും എന്ന ഒരു തീരുമാനത്തിലേക്കാണ് കോൺഗ്രസ് എത്തിയിരിക്കുന്നത് എന്നാണ് ലഭിക്കുന്ന സൂചന. എന്തായാലും ഇക്കാര്യം സ്ഥിരീകരിച്ചിരിക്കുന്നു. 3 ഏക്കർ 24 സെന്റ് ഭൂമി ആദ്യഘട്ടമായി വാങ്ങിയിരിക്കുന്നു KPCC പ്രസിഡന്റിന്റെ പേരിൽ. ശരി.